സൗഹൃദങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഒരുപാട് വില കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒപ്പമുള്ള ആളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കാണുക, ഇടയ്ക്കൊരു ചായ കുടിക്കാനൊക്കെ പോകട്ടോ. നമ്മുടെ മലപ്പുറം ജില്ലയിൽ വൈകുന്നേരം ഈവനിങ് സ്നാക്സ് എന്ന് പറഞ്ഞ ഒരുപാട് കടകളുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ധാരാളം കടികൾ കിട്ടും. തിരിച്ചു വരുന്ന നമ്മൾ രാജുഭായിനൊന്ന് കോൾ ചെയ്തു കേട്ടോ. അങ്ങനെ രാജുഭായി പറഞ്ഞാൽ നാട്ടിലേക്ക് വായോ എന്ന് പറഞ്ഞു. അങ്ങനെ അരീക്കോട് പോവാണ് കേട്ടോ നമ്മൾ. അങ്ങനെ രാജുഭായിനെ കണ്ടു. രാജുഭായി, ഞാൻ, അതുപോലെ സന്തോഷേട്ടൻ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി നമ്മുടെ വെജ് മനയുടെ അടുത്ത് ഒരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് സംസാരിക്കാൻ വെച്ച് പോയതാണ്. അപ്പോൾ ഒരു വെറൈറ്റിയുടെ ഒരു ഐറ്റം അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, കബാബ്. ഞാനത് നമ്മുടെ തൃശ്ശൂരിൽ നിന്നാണ് കഴിച്ചിട്ടുള്ളത്. ഇവിടുന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ അത് ഞങ്ങൾ ഓർഡർ ചെയ്തൊരു പ്ലേറ്റ്. ശേഷം ഓരോ ചായയും കൂടി പറയാലോ വെച്ചിട്ട് നമ്മുടെ ബായിമാരുടെ അടുത്ത് അങ്ങനെ പോയി. അപ്പം കേരളത്തിൽ ഇത്തരത്തിൽ വെറൈറ്റി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ തന്നെയാണ് കേട്ടോ. ഒക്കെ പഠിപ്പിച്ചു കൊടുത്തത് ചിലപ്പോൾ മലയാളികളാവാം, ആവാതിരിക്കും, എനിക്കറിയില്ല. എന്താണെങ്കിലും വെറൈറ്റി സംവിധാനങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജുഭായിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു, ആ പുകക്കോയിലിൻ്റെ അടുത്ത് തൊടണ്ട, എൻ്റെ കൈ പൊള്ളിയതാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കടക്കാരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ആരെങ്കിലും കസ്റ്റമേഴ്സൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണെങ്കിലും ആ പ്ലേറ്റ് അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ നല്ല സംസാരമാണ്. ഞാൻ ഒന്നെടുത്തു, രണ്ടെടുത്തു, അവസാനം ഞാൻ തന്നെ അങ്ങോട്ട് മുഴുവൻ തിന്ന് തീർത്തു കേട്ടോ. എന്നാൽ രണ്ടാമത്തെ പ്ലേറ്റ് നമ്മൾ ഓർഡർ ചെയ്തു. പക്ഷേ നമ്മളിവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ ഭക്ഷണം കഴിക്കാനല്ല കേട്ടോ. അങ്ങനെ നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു, കുറേ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് കേട്ടോ. നമ്മുടെ വയനാട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിവിടെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്, പക്ഷേ ഇതേപോലെ അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉണ്ടാവുക. കാടമുട്ടയും ചായയും കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ കഴിക്കാനൊക്കെ ആയിട്ട് അവിടെ പോവാറുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു അന്തരീക്ഷം മാറി. അപ്പോൾ ഇതൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതുപോലെ വെറൈറ്റീസൊക്കെ കൊണ്ടുവരുമ്പോഴാണ് കസ്റ്റമേഴ്സൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക അല്ലേ, പലയിടങ്ങളിലും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ഇനി ഷെയ്ക്കാനും കൊടുത്തിട്ട് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ പിരിയാണ്. ഇനി അതുപോലെ ഇനി ഇടയ്ക്ക് ഞങ്ങൾ വീണ്ടും വരും, ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ കൂടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞാനും സന്തോഷമായിട്ടും നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ബന്ധങ്ങളൊക്കെ എപ്പോഴും കൂട്ടിപ്പിടിച്ച് മുൻപോട്ട് പോകാം കേട്ടോ.